ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വ്ളോഗർ പാത്ത. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചു വീഡിയോ സത്യം പറയാൻ കണ്ടൊരു ദാരിദ്ര്യം നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ബിമ്മിക്കുട്ടിനെ കുളിപ്പിക്കാണ്ട് അപ്പം ഞാൻ അതൊരു വ്ളോഗാക്കാൻ വിചാരിച്ചു. വേറെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഒരുപാടായി. ഇനിയിപ്പോൾ ഫസ്റ്റ് ചോറുന്നണതും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാട്ടിത്തരാം. അപ്പം ഇന്ന് ഒരു അൽക്ക കുൽക്ക വ്ളോഗാണ്. സോ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇഷ്ടമുള്ളവർ കാണാം. ഇന്ന് മിമ്മിക്കുട്ടിനെ ഞാൻ പൗത്താൻ പോവാണ്. അപ്പോൾ വീഡിയോയിലേക്ക് വന്ന് പിന്നെ എന്നെ ആദ്യമായിട്ട് കാണുന്നവർ ദിൽബിന്ദിയ സപ്പോർട്ട് ചെയ്ത് കൂടെ കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. സോ ഗായ്സ് ഞാൻ ആദ്യം പോയി ചോറ് എടുക്കട്ടെ കേട്ടോ. നല്ല വിശപ്പുണ്ട്. നല്ലതെന്ന് പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. വിശപ്പ് കാരണം ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈച്ചപ്പോക്കിന് ഉമ്മ ഡ്യൂട്ടിക്ക് പോയി. അതുകൊണ്ട് എനിക്കൊന്നും തിന്നാൻ പറ്റില്ല. അങ്ങനെയല്ല, ഞാൻ ഈച്ചപ്പോത്തിന് ഉമ്മ പോയല്ലോ. അപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ തിന്നണം വിചാരിച്ചിന്. പക്ഷെ ഒരു മൂടില്ലാതെ അങ്ങനെ വിട്ടിട്ട് പോയി. അപ്പോൾ നമുക്ക് ചോറ് വിളമ്പട്ടോ. ചോറും എന്തേനി ഇവരൊക്കെയാണ് കേട്ടോ. നമ്മൾ സാധാരണക്കാരുടെ ഭക്ഷണമാണെന്ന്. മീൻ ഗൈസ് പൊരിച്ച നല്ല അടിപൊളി മീനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു കഷ്ണം എടുക്കാം. പയറുപ്പേരി ഉണ്ട്. പയറുപ്പേരി ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഭക്ഷണം. സോ ഗൈസ് ഇതാണ് നമ്മൾ ഇന്നത്തെ ഭക്ഷണം. മീൻ പൊരിച്ചത്, പിന്നെ പയറ്, മീൻകറി, ചോറ്. നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങളെ വീട്ടിൽ ഇന്ന് എന്തെങ്കിലും ഭക്ഷണം എന്നല്ല നിങ്ങളെ കമൻ്റ് ഇടോ. ഇഷ്ടപ്പെട്ടു. സാധാരണ ഞാൻ മീൻകറി ഒന്നും കൂട്ടി കഴിക്കാത്ത ഒരാളാണ്. എനിക്ക് മീനിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗൈസ് ഞാനാണെങ്കിൽ ആകാണ്ട് കിടന്നുറങ്ങി. ഇപ്പോൾ 5 മണിക്കാണ് കേട്ടോ നീക്കുന്നത്. ഉമ്മാക്ക് ഡ്രസ്സ് എടുക്കാണ്ട് വേഗം വായോ പറഞ്ഞിട്ട് മിമ്മിനെ കുളിപ്പിച്ചൊന്നുമില്ല. ഞാൻ ഒറ്റ ഉറക്കം ഇപ്പോഴാണ് നീക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം മാറ്റി കമ്മലൊക്കെ ഇട്ടിട്ടോ. വേഗം മാറ്റിയിട്ട് ഇനി വേഗം പോയി വരാം. ഞാൻ അച്ഛൻ കൂടെയാണ് പോണത്. അപ്പോൾ അമ്മ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടാവും. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ട് കാണാം. സോ ഗൈസ് നമ്മൾ മഞ്ചേരി വന്ന സ്പോട്ടായിട്ടുണ്ട് കേട്ടോ. അമ്മ മഞ്ചേരി ഫാമിലിയിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മക്ക് കിട്ടിയില്ല. പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്റെ പല്ല് നോക്കുന്നു. രസമുണ്ട്. നമ്മളുടെ പോയോടാ. അപ്പോൾ ബാബുവിനും ദിലൂക്കും നമ്മൾ ഡ്രസ്സ് നോക്കിയിട്ട് ഓല കുടുംബത്തിലെ കല്യാണമാണ്. അപ്പോൾ എനിക്ക് എടുക്കണില്ല. ഞാൻ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സായിരുന്നു. അപ്പം മെച്ചിക്ക് ചുരിദാർ തപ്പണം. മെച്ചി ഫാമിലി നോക്കിയിട്ട് മെച്ചിക്ക് കിട്ടിയില്ല. കളക്ഷൻ ഉണ്ട്, പക്ഷെ മെച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോയി നോക്കണം. കമോൺ. കമ്മലിട്ടൊരു രസമുണ്ട് അല്ലേ? ഉമ്മാക്ക് ഇപ്പോഴും ഡ്രസ്സ് കിട്ടിയിട്ടില്ല കേട്ടോ. തപ്പി മടുത്ത് ഉമ്മാനായിട്ട് അങ്ങാടിക്ക് വന്നത് അവസ്ഥ. ആ ബോർഡർ ഉള്ള വേണ്ട കേട്ടോ. ഗ്ലൂവിൻ്റെ അടുത്തുണ്ട്. ആ മഞ്ഞിൻ്റെ സെയിം കളർ ചേഞ്ച് ചെയ്യാം. ഗൈസ് നമ്മള് മൂന്ന് കടയിൽ കയറി ഇറങ്ങി. ഇപ്പോഴും എൻ്റെ ഉമ്മാക്ക് ഡ്രസ്സ് കിട്ടിയിട്ടില്ല കേട്ടോ. അതാണ് വലിയ കോമഡി. ഇനി എപ്പോഴാ കിട്ടാന്ന് പോലും അറിയില്ല. ഇനി നമുക്ക് സീ ബ്രൈഡൽ ബോട്ടിക്കിൽ പോയി നോക്കാം. കമോൺ. ഉമ്മക്ക് അവിടുന്ന് ഒന്നും ഡ്രസ്സ് കിട്ടിയില്ല കേട്ടോ മക്കളെ. എന്നിട്ട് അവിടുന്ന് നേരെ ഞങ്ങൾ ചാടിക്കാൻ വന്നു. കാരണം 4 മണിക്ക് ഇറങ്ങിയാണ്. ഇപ്പം തന്നെ സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. വേഗം ടോക്കൺ ഫോഴ്സിക്ക് വിട്ടു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്.
കാരണം വേറെ വഴിയില്ലായിരുന്നു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഉമ്മ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ കോട്ടക്കലിനാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മള് എന്താ പറയാ ചായ അടിക്കാൻ വന്നേക്കുവാണ്. ഇത് ദിലുവിൻ്റെ റെൻ്റൽ ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ തുറന്നു നോക്കിയാണ്. ഞാനും റെൻ്റൽ തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെത് വന്നിട്ട് ലൈക്ക് സെയിം ഷെയ്ഡ് തന്നെ, പക്ഷെ വേറെ ടൈപ്പാണ് കേട്ടോ. നമ്മള് ചായ അടിക്കാൻ കയറിയിരിക്കാണ്. ഇനി അച്ചുവിന് ഡ്രസ്സ് തപ്പി, അച്ചുവിന് കിട്ടിയില്ല. അമ്മച്ചിക്കും തപ്പി, അല്ല അച്ചുവിന് തപ്പിയില്ല, അമ്മച്ചിക്ക് തപ്പി കിട്ടിയിട്ടില്ല. ഇനി നേരെ അച്ചുവിന് എടുക്കാൻ പോണം. നമുക്ക് കുറെ തപ്പി കിട്ടിയിട്ട് കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും കിട്ടിയില്ല. അപ്പൊ പിന്നെ ചായ അടിച്ചിട്ട് കാണാം. ഇതല്ല നമ്മളുടെ കണ്ണ് മാറ്റണ്ട്. മിമ്മിക്കുട്ടിൻ്റെ അതേമാതിരത്തെ ഒരാളുണ്ട് കേട്ടോ മഞ്ചേരി പെറ്റ് ഷോപ്പില്. മിമ്മി തന്നെ, പക്ഷെ മിമ്മിൻ്റെ അത്ര വലുതായിട്ടില്ല. അല്ല, മിമ്മി ഇവൻ്റെ അത്ര വലുതായിട്ടില്ല. പിന്നെ ദിലു ഇതാ കുറച്ച് സ്പ്രേയും കാര്യങ്ങളൊക്കെ നോക്കായിരുന്നു. ഷോർട്ട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആക്ച്വലി ചെരുപ്പ് നോക്കാനാണ് പോയത്. അപ്പം അമ്മ ഷൂ ആണ് നോക്കിയത്. പിന്നെ ലാസ്റ്റ് ചെരുപ്പ് തന്നെ എടുത്തു. അപ്പോൾ ഇതാ ഇന്നത്തോടു കൂടി നമ്മളുടെ കല്യാണം ഷോപ്പിംഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് കൂടെ. അപ്പം അടുത്ത ഡേറ്റ് കാണാം. ടാറ്റാ.